കൂവപ്പൊടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഒന്നല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. പക്ഷേ ഈസി ആയിട്ട് എങ്ങനെയാണ് കൂവപ്പൊടി വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വലിയ പാത്രം എടുക്കുക. അതിൻ്റെ മുകളിൽ തോർത്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കുക. ഇനി അരച്ച് വെച്ച കൂവ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി തിരുമ്പി പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് ഇളക്കി തിരുപ്പി പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ ആ പൊടി നമുക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന കൂവയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഈ പാത്രത്തിൽ തികയാതെ വരും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ തോർത്തന്നെ ഒന്ന് മാറ്റി കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തോർത്ത് മാറ്റിയിട്ട് അതും കൂടി അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഊറാൻ വയ്ക്കണം. നന്നായിട്ട് ഊറി കഴിയുമ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. എന്നിട്ട് നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് അതിന് മുകളിലുള്ള വെള്ളം അങ്ങോട്ട് ഊറ്റി കളയാം. നന്നായിട്ട് തന്നെ ഊറ്റി കളയാം കേട്ടോ. ഇനി പൊടി മുഴുവനായിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു തുണിയിൽ കെട്ടി കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ഈർപ്പം കൂടി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും ജനലിലോ എവിടെയെങ്കിലും അങ്ങനെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ രാത്രി വെച്ച് കൊടുത്തിട്ട് രാവിലെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അത്ര സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ രാവിലെ ആകുമ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിങ്ങനെ കട്ടായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് കൈ വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്താൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതപ്പോൾ ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഒരു 2 ദിവസം വെയിൽ കൊള്ളുമ്പോഴേക്കും നമുക്കത് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇത് നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം.